കൊടും ഭീകരൻ മസൂദ് അസർ ചത്തോ? ഇതാണ് ലോകം മുഴുവൻ ചോദിക്കുന്നത്. മസൂദ് അസർ എന്ന് പറയുന്ന കൊടും ഭീകരവാദിയാണ് രാജ്യത്തിന് തന്നെ വലിയ തലവേദനയായി മാറിയിരിക്കുന്നത്. അയാളുടെ കുടുംബത്തിലെ ഏകദേശം 10 പേരിൽ കൂടുതലുള്ള ആളുകളെ ഇന്ത്യക്കെതിരെ പ്രകോപനം പാകിസ്ഥാൻ നടത്തിയപ്പോൾ തിരിച്ച് ഇന്ത്യ ഭീകര താവളങ്ങളെ ആക്രമിച്ച കൂട്ടത്തിൽ ഇയാളുടെ കുടുംബത്തിലെ 10 ഭീകരരെ കൂടി ഇന്ത്യ ഇല്ലാതാക്കി എന്നുള്ളതാണ്. അപ്പോൾ മുഴുവൻ ഉയരുന്ന ചോദ്യമാണ്, മസൂദ് അസറിനെ തീർത്തോ? കാരണം ലോകത്ത് മുഴുവൻ ഭീകരവാദത്തിൻ്റെ വേര് മുളപ്പിക്കുന്നത്, ഭീകരവാദികളെ വളർത്തുന്നതും, യുവാക്കളെ ഉള്ളിൽ വിഷം കുത്തിവെച്ചുകൊണ്ട്, തലച്ചോറിൽ വിഷം കുത്തിവെച്ചുകൊണ്ട് മതത്തിൻ്റെ പേര് പറഞ്ഞ് ഭീകരവാദത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ ചാവേറുകൾ വരെ ആക്കുന്ന ഒരു കൊടും പിശാചാണ് ഈ മസൂദ് അസർ എന്ന് പറയുന്ന കൊടും ക്രിമിനൽ. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണങ്ങളിലും രഹസ്യ സൈനിക ഓപ്പറേഷനുകളിലും കൊല്ലപ്പെട്ട ഭീകരരുടെ ലിസ്റ്റിൽ മുംബൈ സ്ഫോടനത്തിന്റെ സൂത്രധാരൻ ദാവൂദ് ഇബ്രാഹിമും അനുയായികളും കുടുംബാംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്ന ചില സൂചനകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വാർത്ത സ്ഥിരീകരിക്കപ്പെടുകയാണ് എങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് മറ്റൊരു നേട്ടമായി മാറും. ദാവൂദ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ മുംബൈ സ്ഫോടനത്തിലും ഭീകര ആക്രമണങ്ങളിലുമായി അനവധി പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. ഈ കൊടും കുറ്റവാളിക്ക് അഭയം നൽകിയിരിക്കുന്നത് പാകിസ്ഥാനാണ്. ദാവൂദിന്റെ തട്ടകമായ കറാച്ചിയിൽ നിരവധി സ്ഫോടനങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇതിനു പുറമെ പെഷവാർ, ലാഹോർ എന്നിവിടങ്ങളിലും ഇന്ത്യൻ സൈന്യം ശക്തമായ ആക്രമണമാണ് നടത്തിയത്. പാകിസ്ഥാന്റെ നിരവധി തന്ത്രപ്രധാനമായ വ്യോമതാവളങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ചാവേർ ആക്രമണങ്ങൾ നടന്നതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 9 ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ ലഭ്യമായ വിവരങ്ങൾ മാത്രമാണ് സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഈ സംഭവത്തിനു ശേഷം പാകിസ്ഥാൻ സൈന്യം നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സൈന്യവും സ്പെഷ്യൽ ഗ്രൂപ്പുകളും നടത്തിയ തിരിച്ചടി സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും പുറത്തുവിടാനുണ്ട്. ഇക്കൂട്ടത്തിൽ ദാവൂദും സംഘവും കൊല്ലപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദാവൂദ് ഇബ്രാഹിമും മറ്റൊരു കൊടും ഭീകരനായ മസൂദ് അസറും പാക് സൈന്യത്തിന്റെ ഒളി സങ്കേതത്തിൽ താമസിക്കുന്നത് സംബന്ധിച്ച് സകല വിവരങ്ങളും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പക്കലുണ്ട്. പാകിസ്ഥാനിൽ കയറി തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് കിട്ടിയ ഈ സുവർണാവസരം തീർച്ചയായും അതുകൊണ്ട് തന്നെ ഇന്ത്യ പ്രയോജനപ്പെടുത്തും. ദാവൂദ് ഇബ്രാഹിമും മസൂദ് അസറും കൊല്ലപ്പെട്ടതായ വാർത്ത ഈ ഘട്ടത്തിൽ ഇന്ത്യൻ ജനതയും വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അത് സംഭവിച്ചിട്ടുണ്ടോ എന്നതിനാണ് ഇനി സ്ഥിരീകരണം വരേണ്ടത്. ആദ്യഘട്ട തിരിച്ചടിയിൽ ലഷ്കർ-ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകളുമായി ബന്ധമുള്ള 5 ഭീകരർ കൊല്ലപ്പെട്ടെന്ന വിവരമാണ് സൈനിക വൃത്തങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. മുദാസർ ഖാദിയാൻ ഖാസ്, ഹാഫിസ് മുഹമ്മദ് ജമീൽ, മുഹമ്മദ് യൂനസഫ്, അസ്ഹർ, ഖാലിദ്, അബു ആകാശ, മുഹമ്മദ് ഹസൻ ഖാൻ എന്നിവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ലഷ്കർ-ഇ തോയ്ബ പ്രവർത്തകനായ മുദ്രാസർ ഖാദിയാൻ ഖാസിർ, മുദാസർ അജു ജുണ്ടാൽ എന്നീ പേരുകളിലും ഇയാൾ അറിയപ്പെട്ടിരുന്നു. സംസ്കാരത്തിന് ജമാഅത്ത് ഉദ് അവ പ്രവർത്തകനും ആഗോള ഭീകരപ്പെട്ട പട്ടികയിൽ ഉൾപ്പെട്ടയാളുമായ ഹാഫിസ് അബ്ദുൾ റൌഫാണ് നേതൃത്വം നൽകിയത്. പാകിസ്ഥാൻ സൈന്യത്തിലെ ഒരു ലഫ്റ്റനന്റ് ജനറലും പാക് പഞ്ചായത്ത് പോലീസ് ഐജിയും ഈ ഭീകരന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിന്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവാണ് കൊല്ലപ്പെട്ട ഹാഫിസ് മുഹമ്മദ് ജമീൽ. അസ്ഹറിന്റെ ഇളയ സഹോദരിയുടെ ഭർത്താവാണ് മുഹമ്മദ് യൂസുഫ് അസ്ഹൽ. ഉസ്താദ് ജി മുഹമ്മദ് സലീം, ഗോസി സാഹബ് എന്നീ പേരുകളിലും മുഹമ്മദ് യൂസുഫ് അഫ്ഖാൻ അറിയപ്പെട്ടിരുന്നു. കാണ്ഡഹാർ വിമാന റാഞ്ചൽ കേസിൽ നടന്ന ഇന്ത്യ തേടുന്ന ഭീകരൻ കൂടിയായിരുന്നു ഇയാൾ. അബു ആകാശ എന്നറിയപ്പെടുന്ന ഖാലിദ് ലഷ്കർ-ഇ തോയ്ബ പ്രവർത്തകനാണ്. ജമ്മു കശ്മീരിൽ നടന്ന വിവിധ ഭീകരാക്രമണങ്ങളിലും അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ആയുധ കള്ളക്കടത്തിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞിരുന്നു. ഫൈസലാബാദിൽ നടന്ന ഇയാളുടെ സംസ്കാര ചടങ്ങിലും പാകിസ്ഥാൻ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഫൈസലാബാദ് ഡെപ്യൂട്ടി കമ്മീഷണറും പങ്കെടുത്തിരുന്നു. ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തകനാണ് കൊല്ലപ്പെട്ട മുഹമ്മദ് ഹസൻ ഖാൻ. പാക് അധിനിവേശ കശ്മീരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഓപ്പറേഷൻ കമാൻഡർ മുഫ്തി അസ്ഹർ ഖാൻ കശ്മീരിയുടെ മകനാണ് ഇയാൾ. ജമ്മു കശ്മീരിൽ നടന്ന ഭീകരാക്രമണങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ദാവൂദ് ഇബ്രാഹിം, മസൂദ് അസറും കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവരുടെ സംസ്കാര ചടങ്ങിൽ പാക് സൈനിക മേധാവി മാത്രമല്ല പാക് പ്രധാനമന്ത്രി പങ്കെടുത്താൽ പോലും അത്ഭുതപ്പെടാനില്ല. കാരണം ഭീകരത കയറ്റുമതി ചെയ്യുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ അടിവേര് തന്നെ ഈ കൊടും കുറ്റവാളികളാൽ ചുറ്റപ്പെട്ട നിൽക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും മസൂദ് അസർ ചത്തോ എന്നാണ് ലോകം മുഴുവൻ ചോദിക്കുന്നത്. കാരണം ഇയാളെപ്പോലുള്ള ഒരാളെ വച്ചു ഉറപ്പിക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഭീകരതയെ ഇങ്ങനെ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഒരിക്കലും പാകിസ്ഥാന് ഭീകരത വിട്ട് ഒരു ജീവിതമില്ല എന്നുള്ളതാണ്.
ഭീകരർക്ക് അന്നം നൽകിക്കൊണ്ട് അവരെ വളർത്തുക. പാകിസ്ഥാൻ നമുക്കറിയാം സാമ്പത്തികമായി വലിയ രീതിയിൽ പാകിസ്ഥാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അവശ്യ സാധനങ്ങളുടെ വില കൂടി പാക് ജനത ആഭ്യന്തര കലാപത്തിലേക്ക് കടക്കുകയാണ്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് മാറാനുള്ള ശ്രമത്തിലാണ്. ഇതിനൊക്കെ കാരണം പാകിസ്ഥാൻ വളർത്തുന്ന ഭീകരരാണ് എന്നുള്ളതാണ്. വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യയും പാകിസ്ഥാനും നടത്തിയ ചർച്ചയിൽ സമാധാനപൂർവ്വമായി മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനമെടുത്തെങ്കിലും രാത്രിയായപ്പോൾ പാകിസ്ഥാന് നല്ല പോലെ കഴപ്പ് തുടങ്ങി. പാകിസ്ഥാൻ്റെ സൈനിക മേധാവികൾക്കല്ല ഭീകരർക്കാണ് എന്നാണ് പറയുന്നത്. എന്തായാലും പാകിസ്ഥാനിലെ ഭീകരരുടെ അടിവേരറുക്കുക എന്ന ഇന്ത്യയുടെ ദൗത്യം ഏറെക്കുറെ പൂർത്തിയായി എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം 9ഓളം ഭീകര താവളങ്ങളെ ഇന്ത്യ നിലം പരിശാക്കി കളഞ്ഞു എന്നുള്ളതാണ്. ഈ മദ്രസകളിൽ പാകിസ്ഥാനിലെ മദ്രസകളിൽ ഏകദേശം 25,000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഈ വിദ്യാർത്ഥികളെ മുഴുവൻ മതം കുത്തിവെച്ചുകൊണ്ട് അതിൽ പകുതി പേരെയും ഈ തീവ്രവാദത്തിലേക്ക് ആകർഷിച്ച് അവരെ ചാവേറുകളാകാനും തീവ്രവാദികളാക്കാനും ശ്രമിക്കുന്ന ഒരു നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിക്കുന്നത്. അത് പലപ്പോഴും ചർച്ചകളായിട്ടുണ്ട്. ഇപ്പോൾ പാക് പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞത് സൈന്യത്തിന് ഇനി യുദ്ധം ചെയ്യാൻ വയ്യെങ്കിൽ ഞങ്ങളുടെ 2ാം നിര പ്രതിരോധകരായി വരുന്നത് മദ്രസകളിലെ കുട്ടികളായിരിക്കും എന്നുള്ളതാണ്. അതായത് ചെറിയ കുട്ടികളുടെ ഉള്ളിൽ തന്നെ മതത്തിൻ്റെ വിഷം കുത്തിവെച്ചുകൊണ്ട് അവരെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുവരിക എന്ന നിലപാട് സ്വീകരിക്കുന്ന പാകിസ്ഥാനോട് ഈ തീവ്രവാദം വച്ചുപുറപ്പിക്കില്ല എന്ന് പറയുന്ന ഇന്ത്യയെപ്പോലെ അതിശക്തമായ നിലപാടെടുക്കുന്ന ഒരു രാജ്യത്തിന് ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല. മാത്രമല്ല ഇന്ത്യയെ വലിയ രീതിയിൽ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് പാക് സ്നേഹം നടത്തുന്നവരോടുകൂടി പറയാനുള്ളത്, മസൂദ് അസർ ചത്താൽ ഇവിടുത്തെ പല പാക് സ്നേഹികളും നെഞ്ചത്തടിച്ച് അലറി വിളിച്ച് കരയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവർ കരയട്ടെ, അവർ കരഞ്ഞുകൊണ്ടിരിക്കട്ടെ. അവർ പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ തകർക്കുമ്പോൾ, പാകിസ്ഥാനിലെ ഭീകരവാദികൾ മരിക്കുമ്പോൾ, പാകിസ്ഥാനിലെ ഭീകരവാദികളെ ബന്ധുക്കൾ മരിക്കുമ്പോഴൊക്കെ അവർ കരഞ്ഞ് നിലവിളിക്കട്ടെ. അതൊന്നും ഇവിടെ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ഇവിടെ നമുക്ക് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരിന് ഇന്ത്യൻ ജനതയോടൊരു കടമയുണ്ട്. ആ കടമ അവർ നിറവേറ്റുക തന്നെ ചെയ്യും. അത് കൊടും ഭീകരരെ വധിച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് സമാധാനം കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും കൊടും ഭീകരരെ വധിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് തന്നെ ഇന്ത്യ പോകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പാക് പട്ടാള മേധാവിയായ അസീം മുനീർ എപ്പോഴും എവിടെയാണ് എന്നുള്ളത് ഒരു പിടിയുമില്ലാത്ത കാര്യമാണ്. പുതിയ പട്ടാള മേധാവിയെ പാകിസ്ഥാൻ നിയമിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. പാകിസ്ഥാനിൽ പട്ടാളമാണ് ആ രാജ്യത്തെ തന്നെ ഭരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയെപ്പോലെ അല്ല പാകിസ്ഥാനിലെ ഭരണകൂടത്തെ ഒരു ചെറുവിരൽ അനക്കാൻ അവിടുത്തെ പട്ടാളം സമ്മതിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിരുന്നാലും ഇന്ത്യക്ക് പാകിസ്ഥാനുമേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്താനും പാകിസ്ഥാൻ ആയുധക്കോപ്പുകളെ തല്ലി തകർക്കാനും ഒക്കെയുള്ള ശക്തി ഇന്ത്യക്കുണ്ട്. ഇന്ത്യ അത് കാണിക്കുക തന്നെ ചെയ്യും. എന്തായാലും മസൂദ് അസർ ചത്തെങ്കിൽ അതിൽ ഇന്ത്യക്കാർ മുഴുവൻ ആഹ്ലാദിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.